സഹോദരങ്ങളെ, ഒന്ന് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഏത് ജാറങ്ങളിൽ പോയിട്ടാണെങ്കിലും ശരി, ഏത് മക്ബറകളിൽ പോയിട്ടാണെങ്കിലും ശരി, അവിടെ കിടക്കുന്ന മഹാനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അയാൾ എന്താണ് ജനിച്ചിട്ടുള്ളത്? അയാൾ ജനിക്കുന്നതിന് മുമ്പ് ആ നാട്ടുകാരുടെ അത്താണി ആരാണ്? അയാൾ ജനിക്കുന്നതിന് മുമ്പ് അവർ ആരോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? ആരോടാണ് സഹായം തേടിയിരുന്നത്? അയാൾ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ, ആ ഗർഭപാത്രത്തിൽ 9 മാസം ജീവിച്ചിട്ട് അതിലൂടെ പുറത്തു വന്ന ഒരു മനുഷ്യ കുഞ്ഞു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമ മാത്രമാണ്. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ അടിമക്ക് എങ്ങനെയാണ് ആരാധനക്ക് അർഹതയുണ്ടാവുക? ഒരിക്കലും തന്റെ സഹോദരങ്ങളെ അതുണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അതിനെല്ലാം നിഷേധിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം ദുആ ചെയ്യുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം, ഇതാണ് തൗഹീദിന്റെ താല്പര്യം, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും.